പണമിറക്കി പണം വാരുന്ന തെലുങ്ക് സിനിമ. ബാഹുബലിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് മുഖ്യധാര തെലുങ്ക് സിനിമയുടെ പാൻ ഇന്ത്യൻ ബൃഹത്ത് വിജയങ്ങൾ. അതുവരെ വിദേശങ്ങളിൽ ഇന്ത്യൻ സിനിമയെന്നാൽ ബോളിവുഡ് എന്ന ഒറ്റപ്പേര് ആയിരുന്നെങ്കിൽ ബാഹുബലി സമാനതകളില്ലാത്ത വിജയം നേടിയതോടെ അത് മാറി തുടങ്ങി. ഇന്ത്യൻ സിനിമയെന്നാൽ ബോളിവുഡ് മാത്രമല്ലെന്നും തെലുങ്കും മലയാളവും അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമാ വ്യവസായങ്ങൾ ആക്റ്റീവാണെന്നും വിദേശികളായ പ്രേക്ഷകരും തിരിച്ചറിഞ്ഞു തുടങ്ങി. എന്നാൽ ബാഹുബലിയുടെ വിജയത്തോടെ നടൻ പ്രഭാസിന് മാത്രമല്ല മുഴുവൻ തെലുങ്ക് സിനിമയ്ക്ക് മുന്നിൽ ഒരു പുതിയ ഉത്തരവാദിത്തം വന്നു ചേർന്നു. ബാഹുബലി പോലെയുള്ള വിജയങ്ങൾ ആവർത്തിക്കുക എന്നതായിരുന്നു അത്. 2024 തെലുങ്ക് സിനിമ ശ്രമിച്ചത് അതിനായിരുന്നു. പുഷ്പ 2 അടക്കമുള്ള വലിയ വിജയങ്ങൾ ലഭിച്ചപ്പോൾ ഈ ക്യാൻവാസ് വലുതാക്കാൻ രണ്ടാം നിര താരങ്ങൾക്കും ചലച്ചിത്ര വ്യവസായത്തിനും മൊത്തത്തിലും ഗുണകരമാണോ എന്ന സംശയവും ഇപ്പോൾ ഉണരുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക വിജയങ്ങൾ തെലുങ്കിൽ നിന്നായിരുന്നു. സുകുമാറിൻ്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനായ പുഷ്പ ദി റൂളും പ്രഭാസിനെ നായകനാക്കി നാഗശ്വൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD യഥാക്രമ അവ. നിർമ്മാതാക്കൾ പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1508 കോടിയാണ് പുഷ്പ 2 ആഗോള തലത്തിൽ ഇതുവരെ നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള കൽക്കയും 1000 കോടി കടന്നിട്ടുണ്ട്. ആഗോള ഗ്രോസ് 1053 കോടി. ഇന്ത്യൻ സിനിമയിൽ ഈ വർഷത്തെ ടോപ്പ് 10 ഹിറ്റുകളിൽ മറ്റ് 2 ചിത്രങ്ങൾ കൂടി തെലുങ്കിൽ നിന്നുണ്ട്. ദേവര പാർട്ട് 1 അതിന് 5ാം സ്ഥാനമാണ്. കളക്ഷൻ ഏകദേശം 444 കോടി. പിന്നെ വരുന്നത് ഹനുമാനാണ് 10ാം സ്ഥാനം. കളക്ഷൻ ഏകദേശം 156 കോടി. എന്നിവയാണ് അവ. അതായത് വിജയങ്ങളുടെ വലിപ്പത്തിൽ ബോളിവുഡിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞു ടോളിവുഡ്. ബോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായ സ്ത്രീ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് വെറും 858 കോടി രൂപ ആയിരുന്നു എന്ന് ഓർക്കണം. അതേസമയം വലിയ തോതിൽ പണമിറക്കി പണം വാരുക എന്ന ആശയം ടോളിവുഡിനെ സംബന്ധിച്ച് ഒരേ സമയം സാധ്യതയും വെല്ലുവിളിയുമാണ്. അല്ലു അർജുൻ, രാം ചരൺ, ജൂനിയർ NTR തുടങ്ങിയ മുൻനിര താരങ്ങൾ ഓരോ ചിത്രത്തിലൂടെയും ക്യാൻവാസ് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോളിവുഡ് താരത്തേക്കാൾ ഉത്തരേന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ഈ വർഷം ആകർഷിക്കപ്പെട്ടത് അല്ലു അർജുൻ ആയിരുന്നു. എന്നാൽ സിനിമാ വ്യവസായത്തെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ രണ്ടാം നിര താരങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയുണ്ട്. തെലുങ്കിൽ ഈ വർഷത്തെ ടോപ്പ് 10 ബോക്സ് ഓഫീസ് എടുത്താൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വിജയങ്ങളുടെ പകിട്ട് കാര്യമായി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. തെലുങ്ക് സിനിമയിൽ കളക്ഷനിൽ ഈ വർഷം 10ാം സ്ഥാനത്തുള്ള ചിത്രം നാഗാർജുന നായകനായ നാ സാമി രംഗ ആണ്. 37 കോടി ആയിരുന്നു ചിത്രത്തിൻ്റെ ആഗോള ഗ്രോസ്. അതേസമയം മലയാളത്തിൽ ഈ വർഷത്തെ 10ാം സ്ഥാനത്തുള്ള ചിത്രം ബ്രഹ്മയുഗം കളക്ട് ചെയ്തത് 59 കോടിയാണെന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള അന്തരം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ബാഹുബലിയിൽ നിന്ന് ആരംഭിച്ച ഈ കുതിപ്പ് മുൻപോട്ടും തുടരാൻ പോകുന്ന ഒന്നു തന്നെയാണ്. അഥവാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു പിന്നിടുത്തം സാധ്യമല്ലതാനും. ബാഹുബലിയിലൂടെ തെലുങ്കിനെ പാൻ ഇന്ത്യനാക്കിയ രാജമൗലി തന്നെ ടോളിവുഡിനെ അടുത്ത ഘട്ടത്തിൽ നയിക്കാനുള്ള സാധ്യതയുണ്ട്. മഹേഷ് ബാബു നായകനാകുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ 1000 കോടി അല്ലെങ്കിൽ 1300 കോടിക്കും ഇടയിൽ വരുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ നിരവധി അന്തർദേശീയ താരങ്ങൾ ഉണ്ടാകും. RRRലൂടെ ഇന്ത്യക്ക് പുറത്തും കാര്യമായ പ്രേക്ഷകരെ നേടിയ രാജമൗലി ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് എന്ന രീതിയിലാകും ഈ ചിത്രത്തെ സമീപിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ സിനിമ 2025 ഏറ്റവും അധികം ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു സിനിമാ മേഖല തെലുങ്ക് ആയിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.